ഗൈസ് ഇവിടെ ഇതാ ഇത് റിയ പുതിയ നെയിലാർട്ടാണ്. അതാ നൂറന്റെ നല്ലോണം കയ്യും വെച്ച് കൊടുത്തേക്കണം നോക്ക്. ഇതാ അത് നടുത്ത പോയി. ഇത് കണ്ടില്ലേ? പോയി. ആ അത് പോയി. പിന്നെ ഈ കയ്യിൽ ഇത് എങ്ങനെയാണ് ആക്കി വെച്ചു കൊടുത്തത്. അപ്പൊ ഇത് എങ്ങനെ ആക്കി വെച്ചു? ഇതിന്റെ കളർ മാറ്റുന്നുണ്ട്. അപ്പൊ പുതിയ കളർ ഇട്ടോണ്ട് നിക്കുന്നുണ്ട്. ഇനി മേക്കപ്പ് ഇടുന്നുണ്ടോ നൂറ? പോവണ്ടേ? പോയി വന്നിട്ടുണ്ടോ? ആ പോയി വന്നിട്ട് മേക്കപ്പ് ഇടുന്നുണ്ടോല്ലോ. അതാ ഒരാളതാ നമ്മളാളതാ വീഡിയോ എഡിറ്റിങ്. ഇതാ അതും നോക്ക്. ഇവിടെ വേറെ വീഡിയോ എഡിറ്റിങ്. ഇത് പിന്നെ ബുജ്ജിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് പിന്നെ വേറെ വീഡിയോ എഡിറ്റിങ്. പിന്നെ ഫുൾ നെയിൽ ആർട്ട് ചെയ്യുന്ന ഇല്ല. അത് ഇത് മാറ്റിയിട്ട് ഇതാ ഈ കളർ ഈ കളർ കൊടുത്തപ്പോ പറയാണ് ഈ കളർ ഒരു സുഖമില്ല, ഒന്ന് മാറ്റിക്കൊണ്ടു. ഇട്ട രംഗ നോക്ക് വെച്ചും കൊടുക്കുന്നുണ്ടല്ലോ. അതായത് ഇതാ പച്ച ഉണ്ട്. ഈ പച്ച കണ്ടില്ല? പച്ച വേണ്ട, അതാ വയലറ്റ് ഉണ്ട്. അതൊന്നും വേണ്ടേ? ആയിക്കോട്ടെ. നല്ലോണം വെച്ചും കൊടുക്കുന്നുണ്ട്. ഫൈനൽ ലുക്ക് എല്ലാരും പ്രതീക്ഷിച്ച് നിന്നോളി, കാണിച്ചു തരുന്നതായിരിക്കും അല്ലേ? അവസാനം ഒന്നും ഉണ്ടാവില്ല. അതാ അത് നടുവത്തെ കല്ല് പോലെ. അതിപ്പോ ഏതാ വെച്ചു കൊടുക്കുന്നേ കുഞ്ഞാ? എന്ത് ചെയ്യണമെന്നറിയാം? ഇവിടെ നിന്ന് ഇങ്ങനെ 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 അത് വെച്ചെടുത്താളെ കേട്ടോ. ഇവിടെ നോക്ക്, അനക്ക് ഇനി പുതിയ വർക്ക് കിട്ടും, നോക്കിക്കോ. അപ്പൊ ഈ പോവോ പൊന്നു പുതിയ വർക്ക് കിട്ടാണെങ്കിൽ? അതെന്തേ? ഹലോ ഹലോ പഠിച്ചോനെ നൂറ, എന്റെ കയ്യിന്റെ അവസ്ഥ നോക്ക്. ഈ വെച്ചോടുത്തത് നല്ലോണം വെച്ച് നോക്ക്. അതൊന്ന് നോക്ക്. ചെയ്ത് വെച്ചോണ്ടോ? ഇത് കണ്ടോ? നീ വല്ലതും കണ്ടോ? പടച്ചോനെ, സെന്ററിൽ മാത്രമേ ഉള്ളൂ കുഞ്ഞാ പച്ച കളറ്? ഇല്ല നാശാക്കിട്ടത് നോക്ക്. ഒരു സീനും ഇല്ല സാധനത്തിന്. എടുക്കാൻ പറഞ്ഞത് പഠിച്ചോനെ ചീത്തേക്കോ. എടുത്തേന് ചീത്ത പറയുന്ന മുത്ത്. എത്ര വാങ്ങിക്കൊടുത്താൽ ഞാനത് വീഡിയോ ഇട്ടോ ഇട്ടോ ഇടും. ആൾക്കാരറിയട്ടെ പോലെ എല്ലാം എടുത്താൽ അത് ഊതി തരുന്നുണ്ട്. അതിലൊക്കെ നുണക്കും. സാധാ ചോറ് മതിന്ന് പറഞ്ഞു, അതുകൊണ്ട് നമ്മള് ചോറാണ് ലാക്കിയത്. അല്ല ഇന്ന് ചോറ് മതിന്ന് പറഞ്ഞു. മറ്റേ സ്നാക്സ് ഒക്കെ നോമ്പറക്കാടെ സ്നാക്സ്. ഈ മുഖം മറ്റൊന്ന് ഇതാ അതാ പൊന്നുവിന്റെ അടുത്ത് പിണങ്ങിയതാ. അപ്പൊ ഇതാ ഇന്ന് ചോറിന് വേറൊരു വ്ളോഗറും ഉണ്ട് ഇവിടെ. ഇന്നലത്തതാണ് കേട്ടോ. ചെമ്പല്ലിയാണ് നമുക്ക് കിട്ടിയത്. ഇതൊക്കെ അടുക്ക ഇന്നലത്തെ ബാക്കിയുള്ളതാണ്, അതാണ് കുറച്ചുള്ളത്. പിന്നെ മീൻ മുളകിട്ടത് ചെമ്പല്ലിയാണ്. പിന്നെ മാന്ത, ചേമ്പ്, ചാറ്, ചോറ്. ഇത് പിന്നെ മീൻ കൂട്ടാത്ത ആളതിനെ കൊണ്ട് കടുക്ക മാത്രം, കടലിലെ സാധനത്തിൽ കടുക്ക മാത്രം കഴിക്കും. എന്നിട്ട് ബാക്കിയുള്ളത് വലുത് നോക്കി വെച്ച്. അപ്പൊ അതാ ചോറ് കഴിക്കൂ. ഞാനും ഒന്ന് വലുത് മാറ്റി വെച്ചിരിക്കുന്നു. ഇത് കിട്ടണവര് വേറെ എടുത്തോളി. ഞാൻ തൈരോടെ വെച്ച് അതിലാ വ്ളോഗർ കരിയായിട്ട് വീഡിയോ എടുക്കൽ പരിപാടിയില്ല. നമ്മള് ഫുഡ് കഴിക്കുന്നിട്ട് വേണമെങ്കിൽ ടേസ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ടോന്ന് അറിയാന്. തിന്നാ ഈ എപ്പോഴാ ചോറിനെ എനിക്ക് അവിടെ കടുക്ക കിട്ടണം. അതുകൊണ്ടാ ചോറ് വിളമ്പിട്ട് എങ്ങനെ ഉണ്ട് നോക്ക്. അല്ല എന്റെ വിരലെന്തായി? വെച്ചെടുത്തല്ലേ?
മുത്തു വാ മുത്തൊന്ന് ഈ നൂറി മുത്തുന്ന് വന്നിട്ടുണ്ടല്ലോ. എല്ലാരും കൂടി പുറത്തു പോവാൻ നിക്കാം അല്ലെ കുഞ്ഞ? അപ്പൊ അതാ കുഞ്ഞ ബ്ലഷ് അധികം ഇടരുത്. മമ്മ വേണ്ട, ബ്ലഷ് വേണ്ട പൊന്നു. കുറച്ചിങ്ങനെ ആക്കും. അമ്മ പറഞ്ഞില്ലേ മേക്കപ്പ് ഇടാൻ. ബ്ലഷ് ഇടരുത്, നല്ലൊരു ഫേസ് കൊണ്ട് കൊളാക്കല്ലേ. അപ്പതാ നമ്മൾ പുറത്തു പോവാൻ. എനിക്ക് നല്ല കൂള്. എന്റെ കുട്ടി സുന്ദരിയല്ലേ? അത് ഫ്രണ്ട് ഇങ്ങനെ വാരെ, ഫ്രണ്ട് വാരെ. അപ്പൊ അതില് നൂറിയൊക്കെ മാറ്റിട്ടുണ്ട് തോന്നില്ല. അഡ്രസ്സൊക്കെ മാറി. അപ്പൊ ഞങ്ങള് എവിടെ പോകുന്നു പൊന്നു? ബൻ ക്ലബിലാ. അപ്പൊ ബൻ ക്ലബിൽ പോ. അവിടുത്തെ ബൊമ്പോലിനി കഴിപ്പിക്കുക അല്ലേ? പോയിട്ട് അവിടുത്തെ ബൊമ്പോലിനി കഴിക്കാൻ ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ. ഇപ്പോഴാണ് ഇപ്പൊ സമയം എത്ര? 11 മണി കഴിഞ്ഞ്. അപ്പൊ നമ്മളെല്ലാവരും ഇതാ പോവാനുള്ള പരിപാടിയിലാണ്. അപ്പൊ ഒരു മാറ്റിയോ എന്നുള്ളത് മമ്മ നോക്കിയിട്ട് വരാം. ഓക്കെ? മാറ്റിയോ? മുത്തുവിന്റെ റൂം ഫുള്ള് അലങ്കോലപ്പെട്ട് കിടക്കണ. അതൊക്കെ ഒരു മാറ്റിയിട്ടുള്ള ഇതാണ് അവസ്ഥ. ഹലോ ഗൈസ്, നിങ്ങൾ മാറിയോ? അല്ല മാറിയോ? മാറ്റിയാ? അല്ലെങ്കിൽ ഒരു പണിയില്ലാത്ത ന്യൂസിന്റെ ആൾക്കാര് സബ്സ്ക്രിപ്ഷന്റെ പേരിലിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇനിയിപ്പൊ ഇതായി അവർക്ക് ന്യൂസ് ഇതൊക്കെ എടുത്ത് ഇട്ടാ. പക്ഷെ അത് ന്യൂസ് നിങ്ങൾ രണ്ടാളും മാറ്റിയിരിക്കുക. അല്ല മാറ്റാതിരിക്കാമോ? ഇത് അറിയോ നിങ്ങക്ക്? എന്തെങ്കിലും ഒന്ന് വീഡിയോ ഇടണ്ടേ? ഭയങ്കര ആർട്ടിഫിഷ്യൽ, ഒരു നാച്ചുറാലിറ്റി ഇല്ല. നമ്മളെ കൊണ്ടാവും. നിങ്ങളെ മാതിരി ഒന്നും നമ്മള് വലിയ ഇതിലേക്കൊന്നും. നമ്മള് പാവപ്പെട്ട ഒരു പഴയ എന്താ പറയാ ഏജുള്ള ആൾക്കാര് ആണ് മോളെ. നിങ്ങളൊക്കെ വലുതാവുമ്പോ നമ്മളൊന്നും എന്തെങ്ങനെ ആയി പോവില്ല കുഞ്ഞ. മമ്മക്ക് സപ്പോർട്ടായിട്ടാ. മമ്മിന്റെ മോളില്ലേ? വാ സുന്ദരി കുട്ടി. പോവാ ഇറങ്ങന്നാല്. അപ്പൊ കാണാം. ഇത് പൊന്നൂസിന് ഏറ്റവും ഇഷ്ടമുള്ള ആള് കൊടുത്ത ഗിഫ്റ്റാ അല്ലേ? ഇതാര് തന്നതാ പൊന്നു? ആര്? ആദില കൊണ്ടുകൊടുത്തത്. ബാങ്കോക്കില് ഏതെടുത്താലും, അതായത് അവിടുത്തെ 20 തായ്പാത്ത് എന്നുള്ളൊരു സ്ഥലമുണ്ട്. അവിടുന്ന് ഞാനിതാ ഞാനിതാ ഇതെല്ലാം അങ്ങനെ വാങ്ങിയതാ. അതൊക്കെ ഇതെല്ലാം അങ്ങനെ വാങ്ങി. അപ്പൊ ഞാനും ഇത് എടുക്കാന്ന് വിചാരിച്ചതായിരുന്നു. അപ്പൊ അതിലെ കുറെ ക്ലിപ്പ് ഉണ്ടെന്നുണ്ട്. അപ്പൊ ഇതെടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഒരു വാങ്ങിച്ചു കൊടുത്തു. അതിനെ കൂടി ഞാൻ വാങ്ങാഞ്ഞത് നന്നായി. ഇങ്ങനത്തെ കുറേ ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള തലയിൽ വെക്കുന്നതുണ്ടായിരുന്നു അവിടെ. ഒത്തിരി ഉണ്ടായിരുന്നു അല്ലേ പൊന്നു? വന്നാലേ എനിക്കില്ലേ ഇങ്ങനെ മര്യാദയ്ക്ക് വീഡിയോ ഒന്നും അധികമൊന്നും എനിക്ക് അങ്ങനെ എടുക്കാൻ അറിയില്ല. ചിലപ്പം ഒരുപാട് തെറ്റുകൾ ഉണ്ടാവും. ഒത്തിരി തെറ്റ്. എനിക്ക് വീഡിയോ ഇങ്ങനെ എടുക്കണം, ഏത് രീതിയിൽ എടുക്കണം, എങ്ങനെ വ്ളോഗ് എടുക്കണം. എനിക്ക് എഡിറ്റിങ് കൊടുച്ചക്കറ ഒന്നും അറിയില്ല കേട്ടോ. ഇതാ എഡിറ്റിങ് നമ്മള് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആള് നമ്മൾ തന്നെയാണ് എഡിറ്റിംഗ് മാസ്റ്റർ. അമ്മ വീഡിയോ എടുക്കും, പൊന്നൂസ് എഡിറ്റ് ചെയ്യും അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടാവും കേട്ടോ വ്ളോഗില്. അപ്പം എല്ലാവരും ക്ഷമിക്കണം. കാരണം നമ്മള് പഴയ ആൾക്കാരല്ലോ, നമുക്കതൊന്നും അറിയില്ലല്ലോ. യൂട്യൂബിൽ എങ്ങനെ വീഡിയോ ഇടണം. ഈ എന്താക്കാൻ പോവാ? എനിക്കൊന്നും ചെയ്തരണ്ട. എന്ത് കുഞ്ഞാ? നയൻതാരന്റെ മാതിരി ഇട്ട് നിക്കണ്. അങ്ങനൊന്നും ഇടൂല. അപ്പൊ ഞാന് നോർമലി എനിക്ക് ആദ്യമൊക്കെ എന്താ പറയാ മമ്മന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ വിടുന്ന ഞാൻ വിടൂല ഇല്ല കേട്ടോ. ഞാൻ ഇല്ല കേട്ടോ കുഞ്ഞ. മമ്മ ഇടൂലേ. മമ്മ ഇത് തന്നെ പൊന്നൂസിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. യെസ്. അയ്യേ എന്റെ വീഡിയോ വേണം ഇട്ടോ, എന്റേത് ഇടൂല. ഞാൻ ആദ്യമൊക്കെ ഭയങ്കര പ്രാന്തായിരുന്നു കേട്ടോ വീഡിയോ ഇടാനൊക്കെ. ഇത് കളിച്ചു കൂട്ടും നോക്ക്. വീഡിയോ ഇടാനൊക്കെ എനിക്ക് ഭയങ്കര പ്രാന്തായിരുന്നു. മറ്റിങ്ങനെ വീഡിയോ ഇടലും. പിന്നെ മുത്തു ഇത് അത്യാവശ്യം അത് അറിയപ്പെടുന്ന ആളായതിനെ കൂടി ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ എടുത്ത് ട്രോൾ ഉണ്ടാന്ന് വിചാരിച്ചിട്ട് ട്രോൾ ഇറങ്ങല്ലോ. അപ്പോൾ അത് ട്രോൾ ഇറങ്ങുന്നതിനെ കൊണ്ട്
ഞാൻ ഇടാത്തത്. പിന്നെ അതിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം എൻ്റെ പഴയ വീഡിയോസൊക്കെ ഡിലീറ്റ് അടിച്ചു. ഇതാ കയ്യിലിതാ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ വീഡിയോയിലൊക്കെ ഒന്നും അങ്ങനെ വരൂല. പിന്നെ അതെൻ്റെ പൊന്നൂസിനും വേണ്ടിയിട്ടതാ ഈ സുട്ടുമണിക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും വീഡിയോയിലേക്ക് വരാൻ തുടങ്ങിയതാണ്. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ ഈ കുഞ്ചുവിന് വീഡിയോ ഇങ്ങനെ യൂട്യൂബ് വീഡിയോ ഒന്ന് സെറ്റാവാൻ എന്ന് വെച്ചാൽ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഓക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടണമെന്നാണ്. ഒന്നും പറയാൻ പറ്റില്ല, നമുക്ക് ഏത് കാലം കിട്ടാന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഓളെ വീഡിയോ എടുക്കാനും ആ വീഡിയോയിൽ കൂടി കാരണം എന്താ വെച്ചാൽ ചെറുതായതിനെ കൊണ്ട് സുന്ദരിയല്ലേ, ഒരു കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വരുന്നതാണ്. നമ്മളെ മക്കൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാം, അത്രേ ഉള്ളൂ. ബ്രാൻഡഡ് സ്പ്രേ അല്ലെങ്കിലും നല്ല രസം കിട്ടുന്ന കാണാൻ. അപ്പൊ അതാ എല്ലാരും അവിടെ എല്ലാരും മാറ്റി നിൽക്കാണ്. അപ്പൊ നമ്മള് പുറത്ത് പോവാണ്. അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന ലെവലില് ഞാൻ വ്ളോഗൊക്കെ എടുത്ത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ലെവലില് എൻ്റെ കുഞ്ചുവിനെ പറ്റുകയാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ അവളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ അവള് ഒന്ന് വലുതാവുന്നത് വരെ അവളെ വീഡിയോന്റെ കൂടെ സപ്പോർട്ടായിട്ട് ഞാനുണ്ടാവും. കാരണം കിഡ്സിൻ്റെ ഇതിൽ അധികം സീനാണല്ലോ വീഡിയോസും ഇതൊക്കെ, അതുകൊണ്ടാണ് കേട്ടോ. വലുതായാലും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ എൻ്റെ കുട്ടിക്ക്. അപ്പം സഹായിക്കാൻ മമ്മനെ കൊണ്ട് പറ്റുന്ന സഹായം മമ്മ എന്തായാലും സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ ടാറ്റ, നമുക്ക് പുറത്തുനിന്ന് കാണാം. ഹലോ കോഴിക്കോടെ ഇങ്ങോട്ട് വാ, എനിക്ക് അവിടെ ഉണ്ട്, ഞാൻ വാങ്ങിത്തരാം. ഞാൻ എന്ത് വാങ്ങിത്തരാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. വാ വാ. അത് മോളെ എന്താ മമ്മ? അയ്യോടാ, നിങ്ങൾ രണ്ടാളും എന്റെ മക്കളായിട്ട് വരുന്നോ? ഞാൻ കാര്യമായിട്ട് വയ്ക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ടാ ദത്തെടുത്തു. ഞാൻ ഇന്ന് മുതൽ എടുത്തു. വാ ബാ 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 ബാ. നല്ല കോൾഡാ. എണീച്ചൂടെ നോക്ക്, ഞാൻ എന്ത് വൃത്തിക്ക് ഇന്നലെ വരെ കൊണ്ടുനടന്നത് അതിന്റെ മോള് വന്ന് ഈ റൂമിന്റെ അവസ്ഥ ആക്കിയിട്ട് നോക്ക്. ഓ, എന്ത് നല്ല വൃത്തിയിൽ കൊണ്ടുനടന്ന റൂം. വല്ലതും തായോ? നൂറക്ക് ബീപ്പ് ലോ ആയിട്ട് അതാ പൊന്നൂസിനും നമ്മൾ ഉപ്പിലിട്ട മാങ്ങ വന്നു. 5 സ്റ്റാർ സെറ്റപ്പിൽ ഉപ്പിലിട്ട മാങ്ങ വേണ്ട. ഇതവിടെ വന്നിട്ട് ഉപ്പിലിട്ട മാങ്ങ കണ്ടപ്പോ നിർത്തിയതാ. വാങ്ങട്ടെ. ഉപ്പിലിട്ട മാങ്ങ ഉണ്ടോ? ഉണ്ട്, മാങ്ങ. നൂറോ മാങ്ങല്ലേ? മാങ്ങല്ലേ? അങ്ങനെ നമ്മളവിടെ എത്തിയ പൊന്നൂസേ, നമ്മളിതാ മുത്തുവിനെ ഇത് കഴിക്കാൻ പൂതിയായിട്ട് ഇപ്പതാ ആഡ് കൊടുക്കണ്ട. വരൂ, സ്ട്രോബെറി ചോക്ലേറ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. സ്ട്രോബെറി ചോക്ലേറ്റ് മുക്കിയിട്ടില്ലേ? ഇതൊക്കെ ഒരാക്കില്ലേ, ഈ ആക്കുണ്ടല്ലോ. ഞാൻ വീഡിയോ എടുക്കുമ്പോ ഭയങ്കര ചപ്പ് കുറവാ. ഈ അവിടെ വിചാരം എന്താ, നമ്മളെന്തെങ്കിലും വീഡിയോ ഇട്ടോട്ടെ അല്ലെ പൊന്നൂസേ? നമ്മള് പാവപ്പെട്ടെ എന്തെങ്കിലും വീഡിയോ ഇട്ടോട്ടെ അല്ലേ? പറഞ്ഞോ. വരെ വന്ന് വീഡിയോ എടുക്കും, അതാണ് ഗൗസമിന്റെ ഗൈസ്, നിങ്ങൾ കണ്ടിക്കോളെ ഞാൻ കക്കൂസ് എടുത്ത വീഡിയോ. ഇത് നോക്ക് പറയണത് അതില ഞാൻ നല്ല കുട്ടിയല്ലേ? എന്റെ അതില മോള് നമ്മള് വാങ്ങിയ സാധനം ചോക്ലേറ്റ്. ആ വീഡിയോ എടുക്കുമ്പോ ഇത് തീരുന്നാ തോന്നുന്നത്. ഇഷ്ടായോ? പിന്നെ മോന്ന് കണ്ടിട്ട് ഇഷ്ടായോ? സ്ട്രോബെറിക്ക് പുളിയാ ആയിരിക്കും ഇഷ്ടായിട്ടില്ല. പൊന്നൂസിന് ഇഷ്ടായോ? കുഞ്ഞ ഇഷ്ടായില്ല കാര്യം. അങ്ങനെ നമ്മള് കോഴിക്കോട് ബീച്ചിൽ വന്നതാണ് അല്ലേ? ഇങ്ങോട്ട് നോക്ക്. ഇവിടെ ശരിക്കും പറയുമ്പോ മൊത്തം വ്ളോഗ് തന്നോടുക്കാണ്. മുത്തൊരു വ്ളോഗ്, അതിലെ വേറൊരു വ്ളോഗ്, നമ്മള് വേറെ ഒന്ന് അല്ലേ? നമ്മൾ ഇവിടെ തന്നെ കടുക്ക നിറച്ചത് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇതെന്താന്ന് ശ്രദ്ധിക്കേണ്ട, നല്ല കോൾഡാണ്. എനിക്ക് ഇങ്ങനത്തെ ക്ലോത്ത് പറ്റുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ.
കടുക്ക നിറച്ച അപ്പൊ ഇതാ നമ്മളെ കോഴിക്കോട് ബീച്ചിൽ ഇതാ അപ്പൊ അവിടെ കടുക്ക നിറച്ചത് ഇപ്പൊ എല്ലാരും കൂടി ഇതാ നല്ല ചർച്ച ാണ് വാ പോവണ്ടേ. ഹലോ ഹലോ വരൂ. കാര്യായിട്ട് എന്തോ സംസാരത്തിലാ. വാ കമാൺ. അപ്പൊ അത് കണ്ടതാ, ആദില് പൊന്നൂസ് ഒരു കൂട്ട്, മുത്തു നൂറി വേറൊരു കൂട്ട്. ഇതാണ് സംഭവം. രണ്ട് നടക്കുന്ന നോക്ക്. നമ്മളിതാ കടക്ക നിറച്ചത് മസാല കടക്ക ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് വന്നതാ. രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ടോന്ന് അറിയില്ല. വാ കഴിച്ചോക്കട്ടെ പോയിട്ട്. ഞാനിതാ ഒരു ഐസ് വരട്ടി വാങ്ങാനുള്ള പരിപാടി. നൂറൊക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഒരു ഐസ് വരട്ടി. എന്താണ് മിക്സഡ് ഇല്ലേ? ആ ചെറിയ ഇടായിരുന്നു, ചെറിയ ഇടായിരുന്നു കേട്ടോ മിക്സഡില്. ഐസ് വരട്ടി ഇഷ്ടായോ? അതിലൊക്കെ ഇത് രണ്ട് പിണങ്ങി കേട്ടൊക്കെ ഉണ്ടായിരുന്നു രണ്ടാളും. ഇത് അടിയും ചക്കിരി, ഇത് വേറെ അടിയും ചക്കിരി. നമ്മളൊറ്റക്ക് ഇത് ഇവരൊരു അടിയും ചക്കിരി, ഇത് രണ്ടാളും. ഇത് പോകുന്ന നോക്കി. ഇത് വീഡിയോയിലൊന്നും കൊള്ളിക്കാത്തേ. അങ്ങനെ ഗൈസ് നമ്മളിതാ തൂണി കേറാൻ വേണ്ടി പോവാ. ഇതാ പൊന്നൂസിന്റെ നിർബന്ധ പ്രകാരം ആദില് വന്ന്, നൂറിയും മുത്തും വന്നേ ഇല്ല. ആദില് പൊന്നൂസും പ്രഖ്യാപും കൂട്ടത്തിൽ ഞാനും കയറാൻ ഉദ്ദേശിക്കുന്ന കുറെ കാലത്തിന് ശേഷം. അവതാ നമ്മളൊന്ന് കയറട്ടെ ഗൈസ്. ഞാനിതാ തോണി കയറാൻ പോകുന്നുണ്ട്. സത്യം പറയല, ആദ്യമുള്ള ഒരു ധൈര്യത്തിലാ കയറുന്നത്. കുറെ ആയി ആദ്യം കയറലുണ്ടായിരുന്നു, അപ്പൊ കുറെ ആയി കയറിയിട്ട് ഒന്ന് കയറട്ടെ. പഠിച്ചു തലക്കല പോയിരിക്കുന്നെ. നമ്മള് നാലാളവിടെ. ഞാനൊക്കെ പഠിച്ചോനെ, ഞാൻ വീഴോന്നുള്ള പേടിയുണ്ട്. നിന്നെ നോക്കിപ്പിക്കണെനിക്ക് പേടിയാണ്. നമ്മള് ഏറ്റവും തലക്കലായിരിക്കുന്നത്. ഞാൻ നിർത്തോന്നൊക്കെ പറഞ്ഞു. ഞാൻ നിർത്തും. ഫോണ് വീണോ എന്നൊരു പേടി. എന്തായാലും സ്റ്റോപ്പ് ചെയ്യട്ടെ. ചെറുപ്പക്കാലത്തെ നൊസ്റ്റി ആയിട്ടുള്ള പുളിയച്ചാർ വാങ്ങിച്ചിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടം. ചെറുപ്പത്തിൽ ഇതൊക്കെ ചെറുതാവുമ്പോ 10 പൈസ ആയിരുന്നു. 10 പൈസ കേട്ടോ. ഇപ്പൊ ഇതൊന്നിന് 10 രൂപ. 10 രൂപ കൊടുത്തിട്ടാ വാങ്ങിയത്. എന്താ കാലം പോയൊരു പോക്കേ. അങ്ങനെ ഒരു പേടിയെല്ലാം പേടിച്ചു. ഒരു ഐസ് തിന്നാൻ വേണ്ടി വന്നതാണ്. മെമ്പർ ഐസിലേക്ക് വന്നതാണ്. രണ്ടാളും അങ്ങോട്ട് കയറിപ്പോയി. മറ്റേ ടീംസ് ഇതാ വന്നുകൊണ്ട് നിൽക്കുന്നു. അതാ ആഗമനം. 100 അതാ വരുന്നു, അതില് 100 അതാ വരുന്നു. പൊന്നൂസ് അതാ പോയി വാങ്ങട്ടെ നമ്മളെ ഐസ്, നൊസ്റ്റി ഐസ്. ഇതില് പൈനാപ്പിൾ ഇല്ല? പൈനാപ്പിൾ ഉണ്ടോ? ഗ്രേപ്പ് ഉണ്ടോ? ഗ്രേപ്പ് അവക്കാഡോന്റെ വാങ്ങിച്ചു. ചോക്കോ ചിപ്പ് അതും അതന്നെ വാങ്ങിച്ചത്. അവക്കാഡോ മുത്തു അതന്നെ വാങ്ങിയത്. മുത്തുവിന്റെ തിന്നപ്പോ ടേസ്റ്റ്. ഞാനിപ്പോ മോണ്ട കുത്തി വീഴായിരുന്നു പോയി വീഡിയോ എടുത്തിട്ട് എന്റെ കുഞ്ചുവിന് ഇങ്ങനത്തെ സൈസ് ഒന്നും ഇഷ്ടമില്ല. അതാ ഇതുപോലത്തെ എനിക്കും തന്നെയാണ് ഇഷ്ടം. പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ വാങ്ങിയതാ, നല്ല രസമുണ്ട്. അപ്പൊ നമ്മള് പുറത്തൊക്കെ പോയി വന്നു അല്ലേ? അതാ ആദിലിന്റെ മുഖത്തൊക്കെ ഇടാ പറയുന്നത്. എന്താണ് കുഞ്ഞ മര്യാദക്ക് പറയും. ബൈ ഫ്രണ്ട്സ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ബൈ ഫ്രണ്ട്സ്.